കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വാർത്തകളിലേക്കാണ് നമ്മൾ വീണ്ടും പോകുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലുണ്ടായ തീപിടുത്തം അതൊരു പുകപടലത്തിന്റെ അന്തരീക്ഷമാണ് സൃഷ്ടിക്കുന്നത്. വലിയ തോതിൽ ഇപ്പോൾ കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് പ്രതികരിക്കുന്നു. ഇപ്പൊ ഇവിടുന്ന് പേഷ്യൻസിനെ കൊണ്ടുപോയാൽ തന്നെ അവിടെ ഇവരൊക്കെ തന്നെ സ്വീകരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് പേടിക്കാനൊന്നുമില്ലാത്ത അവസ്ഥയാണ്. എന്തായാലും അവിടെ അവരെല്ലാവരും ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കൂടുതൽ ആശങ്കപ്പെടേണ്ടെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് നമുക്കിനി അവരെന്താ പറയുന്നത് നമുക്ക് കേൾക്കാം, അല്ലാതെ ഒന്നും പറയാൻ കഴിയില്ല. മാറ്റിക്കൊന്നാണ് പറയുന്നു. ഇനിയും ഉണ്ടാവുമല്ലോ, ഇവിടെ ഇരുട്ടല്ലേ, നോക്കട്ടെ പോയത് നമുക്ക് എന്താണെന്ന് പറയാൻ കഴിയില്ല. ഉണ്ട് അവരെ ഒരുക്കിയിട്ടുണ്ട്, അന്വേഷിച്ചു. നമ്മുടെ ഹെൽത്ത് ഓഫീസർ കൂടി ഉണ്ടായിരുന്നു ഡോക്ടർ മുനവർ, നമ്മൾ വിളിച്ച് അന്വേഷിച്ചു. അവർക്ക് എല്ലാ സംവിധാനമുണ്ട്, പേടിക്കേണ്ട എന്നുള്ള അവസ്ഥ ഇപ്പോൾ ഉള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പാണ് പ്രതികരിച്ചത്. പേടിക്കേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ അവിടെ നിന്ന് വരുന്നു എന്ന് തോന്നുന്നു. എന്താണ് അവിടെയുള്ളവർ പറയുന്നത് തന്നെ നമുക്ക് ആദ്യം വിവരങ്ങൾ തേടാം. രോഗികളാണ്, ഓടാൻ കഴിയാത്തവരാണ്. എന്തെങ്കിലും അത്യാഹിതം ഇപ്പം ദൈവാനുഗ്രഹം കൊണ്ടൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും ഇതൊരു വലിയ സംഭവമായി നമ്മൾ കാണണം. ഗൌരവമുള്ള ഒരു സംഭവമായി നമ്മൾ ഇതിനെ കാണണം. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായി ഉണ്ടാകണം എന്നാണ് പാർട്ടിക്ക് അഭിപ്രായം. ഒരു വ്യക്തതയും കിട്ടിയിട്ടില്ല. ഇടയ്ക്കോട്ട് മാറ്റി എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയും കിട്ടിയില്ല. കുറെ സ്വകാര്യ ആശുപത്രികളിലേക്കും അതുപോലെ ബീച്ച് ആശുപത്രിയിലേക്കും പോയി തോന്നുന്നു. എന്തായിരുന്നാലും സന്നദ്ധ പ്രവർത്തകന്മാരും അതുപോലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരും എല്ലാവരും കൂട്ടായി പ്രവർത്തിച്ചുകൊണ്ടാണ് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് എന്നത് ഏറ്റവും ഒരു അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു കൂട്ടായ്മയിലൂടെ ഇത്തരം പ്രശ്നങ്ങൾ അതിജീവിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അക്കാര്യത്തിൽ നമ്മൾ മാതൃകയായിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും പറയാവുന്നതാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തത്തിൽ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഇടപെടലുണ്ടായിട്ടുണ്ട്. മന്ത്രി വീണ ജോർജ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് അന്വേഷണത്തിന്റെ ചുമതല. രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ അവരെ സുരക്ഷിതമായി മാറ്റാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര ഇടപെടൽ നടക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും നിലവിൽ ആശ്വാസകരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്.